മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മർക്കോസ് അറിയിച്ചുള്ള കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 17. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ടാവശ്യം. ലോകപ്രശസ്തനായ ഒരു ഗായകനായിരുന്നു ബിഥോവൻ. 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം ബധിരനായി. എന്നാൽ താൻ ബധിരനായി എന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല. നേരം പുലർന്നപ്പോൾ അദ്ദേഹം പിയാനോ എടുത്ത് പതിവ് പോലെ വായിച്ചു. ഇതൊരു ശബ്ദവും പുറപ്പെടുവിക്കുന്നില്ലല്ലോ. ഒരുപക്ഷെ എന്തെങ്കിലും കേട് സംഭവിച്ചു കാണും. ഈ വീണയും ശബ്ദവും ഒന്നും പുറപ്പെടുവിക്കുന്നില്ലല്ലോ. ഇതിനും എന്തെങ്കിലും തകരാർ പറ്റി കാണും. അവ നന്നാക്കണമെന്ന് തീരുമാനിച്ച് അദ്ദേഹം ടൗണിലേക്ക് പോയി. യാത്രക്കിടയിൽ ഒരു വൃദ്ധൻ തന്റെ ആലയിൽ കുടം കൊണ്ട് ഇരുമ്പിലടിക്കുന്നു അദ്ദേഹം കണ്ടു. പക്ഷെ പഴുത്ത ഇരുമ്പിന്മേൽ കുടം വന്ന് മുട്ടുന്നതല്ലാതെ അവ ശബ്ദമൊന്നും പുറപ്പെടുവിക്കുന്നില്ല. വഴിയിൽ 2 സ്നേഹിതന്മാർ ആംഗ്യത്തിലൂടെ സംസാരിക്കുന്ന അദ്ദേഹം കണ്ടു. അവർ ബധിരരായിരിക്കുമെന്നാണ് പാവം ബിഥോവൻ കരുതിയത്. തന്റെ ബധിരത എന്നിട്ടും അയാൾ തിരിച്ചറിഞ്ഞില്ല. ദേവാലയത്തിന് മണികൾ കൂട്ടിമുട്ടുന്നതും നാഴികമണി ആടുന്നതും അദ്ദേഹം കണ്ടു. പക്ഷെ അവയ്ക്കും ശബ്ദമില്ലായിരുന്നു. നല്ല ഫിഡിൽ വായനക്കാരനായ സ്നേഹിതന്റെ വീട്ടിലെത്തിയപ്പോൾ ഭൂമുഖത്തിരുന്ന ഫിഡിലെടുത്ത് കൊട്ടിയ ബിഥോവൻ അതിന് നിശബ്ദത കണ്ടപ്പോൾ മാത്രമാണ് തന്റെ ബധിരതയെക്കുറിച്ച് ചിന്തിച്ചത്. താൻ ബധിരനായി എന്നറിഞ്ഞിട്ടും വിധിയെ പഴിക്കാതെ ധീരമായി നേരിടുകയാണ് ബിഥോവൻ ചെയ്തത്. ഒരിക്കൽ സദസ്സിൽ വെച്ച് ബിഥോവൻ പാടുകയായിരുന്നു. ഗാനത്തിന്റെ അലകളേറ്റ് സദസ് പുളകം കൊണ്ടു. അവർ അദ്ദേഹത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. വൺസ് മോർ, വൺസ് മോർ എന്നാവശ്യപ്പെട്ടു. ബിഥോവന് കാര്യമെന്തെന്ന് മനസ്സിലായില്ല. ഫിഡിൽ വായിക്കുന്ന സുഹൃത്താണപ്പോൾ സദസ്സിന്റെ പ്രതികരണം ആംഗ്യത്തിലൂടെ അദ്ദേഹത്തെ മനസ്സിലാക്കിയത്. അദ്ദേഹം പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. പിന്നീട് ഒരിക്കൽ കൂടി ആ ഗാനസുധ അവർക്കായി പരന്നൊഴുകി. അതെ, അനുഭവമാണ് ഏറ്റവും നല്ല അധ്യാപകൻ. പക്ഷെ അത് മറ്റാരേക്കാൾ ക്രൂരമായി നമ്മെ പഠിപ്പിക്കും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.